സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the properties of solutions. We discussed about what is a true solution, what are their properties, what is a solute, solvent. All these concepts we were discussing in the last class. Today we are going to discuss some more terms which are related to solution. അതായത് സൊല്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ഒന്ന്, ചിലപ്പം നിങ്ങളിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയും വി ആർ ഗോയിങ് ടു യൂസ് എ ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില എക്സ്പെരിമെൻറ്റിൽ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നൊരു ടേമാണ് വി ആർ യൂസിങ് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ വി വിൽ യൂസ് എ ടേം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4, ഡൈല്യൂട്ടഡ് H2SO4. ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഗെയിൻ വൺ മോർ ടേം ഇസ് ദർ. We call it as it is a saturated solution. എന്താ പറയുന്നത്? ചില കേസിൽ പറയും വി ആർ യൂസിങ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഓർ ദാറ്റ് സൊല്യൂഷൻ ഇസ് എ സാച്ചുറേറ്റഡ് വൺ. അപ്പോൾ ഇതൊക്കെ എന്താ? ഈ ടേംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഇസ് മെൻ ബൈ ഡൈല്യൂട്ട്, വാട്ട് ഇസ് മെൻ ബൈ കോൺസെൻട്രേറ്റഡ് ആൻഡ് വാട്ട് ഇസ് മെൻ ബൈ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓൾ ദീസ് കോൺസെപ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ടോപ്പിക്. So for that we are doing a simple experiment. For that we are taking, ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഒന്നുമല്ല, ബട്ട് യു ക്യാൻ ഡു ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ യോർ ഹോം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ആവും. സോ ഐ ഹാവ് ടേക്കൺ 2 beakers A and B and I have filled 50 ml of water in both these beakers. എത്ര വെള്ളം എടുത്തിരിക്കണേ? 50 ml. ഒന്നിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ, അതായത് ഒരു 1 ടീസ്പൂൺ KMnO4 ഇട്ട്, സെക്കൻഡ് വണ്ണിൽ ഒരു 2 or 3 ക്രിസ്റ്റൽസ് ഓഫ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും KMnO4 അല്ലേ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, നല്ല പേർപ്പിൾ കളർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ. അതിങ്ങനെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടാണ് കാണുക. ഐ തിങ്ക് മെജോറിറ്റി ഇൻ യുവർ ലാബിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ടൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടാവും. സോ ഈ KMnO4 2-3 ക്രിസ്റ്റലാണ് ഞാൻ ഈ 50 ml ഇടുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 1 ടീസ്പൂൺ, ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കണക്ക് ഞാൻ അങ്ങ് ഇട്ടിട്ടുണ്ട്. So and I'm stirring it properly and you can see the solution. ഇതിൽ അതായത് നമ്മൾ കുറേ എമൗണ്ട് ഇട്ടതിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡാർക്ക് ആയിട്ടുള്ളൊരു പേർപ്പിൾ നല്ല ഡാർക്ക് കളർ ആയിരിക്കും. ഇതിൽ കളർ ഉണ്ടാവും, ബട്ട് നോട്ട് ആസ് മച്ച് ഓഫ് ദിസ്. അല്ലേ, ഇതുള്ള പോലെ ആയിരിക്കില്ല ഇതിലുണ്ടാവുന്ന കളർ എന്ന് പറയുന്നത്. സോ ഐ വിൽ ടെൽ ദാറ്റ് this is a diluted solution of KMnO4 compared to this, or this is a concentrated solution compared to this. ഇപ്പം എന്താ ഞാൻ പറഞ്ഞേ? ദിസ് ഇസ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കമ്പയർഡ് ടു ദിസ്, ഓർ ദിസ് ഇസ് എ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ കമ്പയർഡ് ടു ദിസ്. അപ്പോൾ ആ ടേം എന്താ? വി ആർ യൂസിങ് ഇറ്റ് ആസ് എ കമ്പാരിസൺ ടേം. ഒരു കമ്പാരിസൺ ടേം ആയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഡൈല്യൂട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ്. എന്തായിരിക്കുന്നത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ രണ്ടാളെയും സോൾവെൻറ്റ് സെയിം ആണ് അല്ലേ, സോൾവെൻറ്റ് സെയിം, ബട്ട് എമൗണ്ട് ഓഫ് ദി സൊല്യൂട്ട് ഇസ് ഡിഫറെൻറ്റ്. സൊല്യൂട്ടും സോൾവെൻറ്റും ഞാൻ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളതില്ലേ, സോൾവെൻറ്റ്, ആ പേര് തന്നെ നിങ്ങൾക്ക് കിട്ടും. ദി സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് എ സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് സോൾവെൻറ്റും. സൊല്യൂട്ട് എന്നത് സബ്സ്റ്റൻസ് വിച്ച് ഗെറ്റ് ഡിസോൾവ്, ആരാണോ ഡിസോൾവ് ആവുന്നത്. സോൾട്ട് ആൻഡ് വാട്ടറിൽ സോൾട്ടാണ് സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻറ്റ്. ഇപ്പോൾ സൊല്യൂട്ട് ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സൊല്യൂട്ട് എന്ന് പറയുന്നതും സോൾവെൻ്റ് എന്ന് പറയുമ്പോഴും സൊല്യൂട്ട് അത് വേഗം തീരും. അപ്പോൾ അത് എന്തോ ചെറിയ സാധനമാണ് സോൾവെൻറ്റ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രൊനൗൺസിയേഷൻ സോൾവെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതെന്താ? അതൊരു വലുതാണ്. വലുത് എപ്പോഴും എന്താ? ഏതിലാണോ ഡിസോൾവ് ചെയ്യുന്നത്, അതായത് വെള്ളമാണ്, സോൾട്ടും വാട്ടറും ഉണ്ടാക്കുമ്പോൾ വെള്ളമാണ് അതിലെ സോൾവെൻറ്റും, സൊല്യൂട്ട് എന്ന് പറയുന്നത് അതിൽ സോൾട്ടാണ്, കുറച്ചിടുന്ന ആൾ കേട്ടോ. അപ്പോൾ ദിസ് ഡിപ്പെൻഡ്സ്, അതായത് ഒരു സൊല്യൂഷൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആണോ അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ആണോ എന്ന് നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്ന ആൾ അവിടെയുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ആണ്. അത് നമ്മൾ കമ്പാരിസൺ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ ഡൈല്യൂട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഇവിടെ എന്താ? the amount of solute is greater, അല്ലേ? amount of solute is greater compared to
ദിസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇസ് ഗ്രേറ്റർ ഇൻ ദിസ് കമ്പയർഡ് ടു ദിസ്. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് പറയാം സോൾവെൻറ്റിൻ്റെ എമൗണ്ട് ആണ് കൂടുതൽ അല്ലേ, ദ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഇസ് വെരി മച്ച് ഹൈ. അപ്പം ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സൊല്യൂട്ട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം കോൺസെൻട്രേറ്റഡ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. അതൊരു കമ്പാരിസൺ ടേം ആണ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഡൈല്യൂട്ടഡ്. ഇനി ഞാൻ പറഞ്ഞു അടുത്തൊരു ടേം നമ്മൾ ഒന്നുകൂടെ പറയൂട്ടെ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ. അപ്പം നിങ്ങൾക്ക് ഡെയിലി ലൈഫ് ആക്ടിവിറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം വാട്ട് ഇസ് കോൺസെൻട്രേറ്റഡ്, വാട്ട് ഇസ് ഡൈല്യൂട്ടഡ് ആൻഡ് വാട്ട് ഇസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് മെൻ ബൈ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിനും ഞാൻ ഇത് നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഒരു ബീക്കർ ഞാൻ എടുക്കുകയാണേ, നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ്. ഫോർ ദാറ്റ് ഐ എം ടേക്കിംഗ് ഒരു ഹാഫ് ഒന്നും എടുക്കണ്ട, നിങ്ങളൊരു വലിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഒക്കെ വാട്ടർ എടുക്കുക. 1/4 വാട്ടർ ഒക്കെ എടുത്തിട്ട് വാട്ടർ എടുക്കുക. അതിലേക്ക് നിങ്ങളൊരു ബോട്ടിലിൽ അതായത് പറഞ്ഞ കുറച്ച് എമൗണ്ട് വെള്ളം എടുത്താൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചീത്ത കേട്ടാലോ. സോ ബെറ്റർ യു ടേക്ക് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് ആഡ് സോൾട്ട് ഓർ ഷുഗർ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വൈസ് കുറച്ചിടുക, നല്ലോണം സ്റ്റിർ ചെയ്യുക. പിന്നെയും കുറച്ചിടുക, സ്റ്റിർ ചെയ്യുക. യു ഹാവ് ടു സ്റ്റിർ ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഡിസോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി. ടേക്ക് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലാസ് എടുത്താൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദ സോൾട്ട് ഇസ് ഡിസോൾവ് ഇൻ ഓർ നോട്ട്. അപ്പോൾ നമ്മൾ കുറച്ചിടുക, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന സോൾട്ടാണെന്ന് വിചാരിക്കുക, ആഡ് ചെയ്യുക, സ്റ്റിർ ചെയ്യുക. സോ ദ സോൾട്ട് ഡിസോൾവ്. അഗെയിൻ ഐ എം ടേക്കിംഗ് ലിറ്റിൽ ബോ സോൾട്ട് ആൻഡ് ഐ എം സ്റ്റിറിങ്, ഇറ്റ് ഗെറ്റ് ഡിസോൾവ്. അഗെയിൻ അങ്ങനെ ആഡ് ചെയ്ത് എ പോയിന്റ് ഇസ് reached. A point is reached when no more salt dissolves in the solution. കാര്യം മനസ്സിലായി. ഞാനിങ്ങനെ പറയുന്നതിലും കാട്ടി അസലായിട്ട് നിങ്ങളൊന്ന് പോയി ചെയ്ത് നോക്കണം. നിങ്ങൾ നോർമൽ വെള്ളം എടുക്കണം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചൂടും അല്ല വല്ലാണ്ട് തണുത്ത നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളം അല്ല, നോർമൽ വാട്ടർ എടുക്കുക. ആൻഡ് ആഡ് ലിറ്റിൽ ബിറ്റ് സോൾട്ട് ഇൻ ഇറ്റ്, സ്റ്റിർ ഇറ്റ് പ്രോപ്പർലി ആൻഡ് സ്റ്റേജ് ഇസ് റീച്ച് when no more salt will dissolve. ഇനി ഞാൻ ഇടുന്ന എല്ലാ സോൾട്ടും അവിടെ സെറ്റിലായി നിൽക്കും. ഇറ്റ് വോണ്ട് ആക്സെപ്റ്റ് മോർ സോൾട്ട് ഓർ ഷുഗർ ഇൻ ഇറ്റ്. ആ ഒരു പോയിന്റിന് നമ്മൾ പറയും സാച്ചുറേഷൻ പോയിന്റ്. അതായത് ആ സൊല്യൂഷൻ സാച്ചുറേഷനായി. സാച്ചുറേഷൻ പോയിന്റ്, ദ പോയിന്റ് അറ്റ് വിച്ച്, ഒരു പോയിന്റ് എത്തുമ്പം ദ പോയിന്റ് അറ്റ് വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് ഇൻ ദ സോൾവെൻറ്റ്സ്, ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ദി സാച്ചുറേഷൻ പോയിന്റ് ആൻഡ് സച്ച് സൊല്യൂഷൻ ഇസ് നോൺ ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ്? എ സൊല്യൂഷൻ ഇൻ വിച്ച് no more solute dissolves in that solution or in that solvent, and that solution is known as saturated solution. ഇപ്പോൾ മനസ്സിലായോ സാച്ചുറേഷനെ? അത് ആ ഒരു ലിക്വിഡിൻ്റെ ഏതൊരു ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ടേക്ക് മോർ particles into it, and that solution is known as saturated solution. And that point, ആ ഒരു പോയിന്റ് എത്തുമല്ലോ, ഏത് പോയിന്റിലാണ് ആ ഒരു പോയിന്റിന് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയും. So what is meant by saturated solution? A saturated solution, a solution in which no more solute get dissolved in the solvent or in the solution. ഇനി അപ്പോൾ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? The solution which can dissolve solute in that. അതായത് ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആ സൊല്യൂഷനിൽ നമുക്ക് വീണ്ടും എന്ത് ആഡ് ചെയ്യാൻ പറ്റും? സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇനി ഒരു സൊല്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇതിലൊരു 10 ടീസ്പൂൺ നമ്മുടെ വീട്ടിലുള്ള സ്പൂൺ വെച്ച് 10 ടീസ്പൂൺ ഇട്ടപ്പോഴാണ് ഈ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ കംപ്ലീറ്റ്ലി ഒരു സാച്ചുറേഷനിൽ എത്തിയത്. ഇനി അതേപോലെ ഞാൻ കുറച്ച് KMNO4 എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ കളർ കൊണ്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ ടേക്ക് എനി അതർ സൊല്യൂഷൻ, ഏതെങ്കിലും ഒരു കളർലെസ് ആയിട്ടുള്ളൊരു പൗഡർ. അതായത് ഇപ്പം ഞാൻ പറയാം, നമുക്കൊരു കളർലെസ് ആയിട്ടുള്ള ഒരു ബേരിയം ക്ലോറൈഡിന് എടുക്കാം. അപ്പോൾ നമ്മളെ വീട്ടിലില്ലാത്തതാണ്. സോ നമ്മൾ ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സോൾട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതേ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തു. ബട്ട് ചിലപ്പം അവിടെ സാച്ചുറേഷൻ എത്താൻ ഒരു 5 ടീസ്പൂൺ ഒക്കെ മതിയാവും. 5 ടീസ്പൂൺ ബേരിയം ക്ലോറൈഡ് ഇട്ടാൽ ചിലപ്പം സൊല്യൂഷൻ എന്താവും, സാച്ചുറേറ്റഡ് ആവും. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ സബ്സ്റ്റൻസിനെയും സാച്ചുറേറ്റഡ് ആക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ചിലപ്പം സോൾട്ടിന് ഒരു സോഡിയം ക്ലോറൈഡിന് 10 ടീസ്പൂൺ വേണ്ടി വരും ആ സെയിം എമൗണ്ട് ഓഫ് വെള്ളത്തിന് സാച്ചുറേഷൻ ആക്കാൻ. ബട്ട് ബേരിയം ക്ലോറൈഡിന് ചിലപ്പം 5 ടീസ്പൂൺ മതി. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് നേച്ചർ ഓഫ് ദി സോൾവെന്റ്. സോൾവെന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ടും സൊല്യൂട്ടിന്റെ നേച്ചർ അനുസരിച്ചിട്ടും ദി സാച്ചുറേഷൻ പോയിന്റ് ഓർ ദി സാച്ചുറേഷൻ ലെവൽ മേ വേരി. മനസ്സിലായില്ല ആ പോയിന്റ്?
അപ്പം ഇത് രണ്ടുമാണ്. ഇനി ഇതേപോലെ ഒരു കാര്യം നമ്മൾ സെയിം തിങ് ചെയ്യുക. നിങ്ങളിപ്പം സോൾട്ട് ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൊല്യൂഷൻ. ഇനി നിങ്ങൾ അതൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി നോക്കുക. ജസ്റ്റ് മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ്, ഒന്ന് ചൂടാക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. അഗെയിൻ ദ സൊല്യൂട്ട് സ്റ്റാർട്ട്സ് ടു ഡിസോൾവ്. അപ്പോൾ എന്ത് മനസ്സിലായി? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ചൂട് കൊടുക്കുക എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് വിച്ച് വി ക്യാൻ ആഡ് ഇസ് മോർ. നമുക്ക് കുറച്ചുകൂടി സബ്സ്റ്റൻസ് ആഡ് ചെയ്താലേ അവരെന്താവുള്ളൂ, സാച്ചുറേഷൻ പോയിന്റ് എത്തുള്ളൂ. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റെഫ്രിജറേറ്റർ നല്ല കോൾഡ് ആയിട്ടുള്ളൊരു വെള്ളം എടുക്കുക. എന്നിട്ട് അതിലൊന്ന് ഷുഗർ ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഡിസോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. സെയിം എമൗണ്ട് ഓഫ് വാട്ടർ നോർമൽ ടെമ്പറേച്ചറിലുള്ളൊരു വെള്ളം എടുത്തിട്ട് ഡിസോൾവ് ചെയ്യാൻ നോക്കി നോക്കൂ. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ടേക്സ് ടു മച്ച് ഓഫ് ടൈം ടു ഡിസോൾവ് സോൾട്ട് ഓർ ഷുഗർ ഇൻ ഐസ് കോൾഡ് വാട്ടർ. നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കുന്ന കോൾഡ് വാട്ടറിൽ സോൾട്ടോ ഷുഗറോ ഡിസോൾവ് ചെയ്യാൻ നല്ല ടൈം എടുക്കും കമ്പയർഡ് ടു ദ നോർമൽ. ഇനി അതേ എമൗണ്ട് ഓഫ് വെള്ളം കുറച്ച് ചൂടാക്കി എടുത്ത വെള്ളത്തിൽ നമ്മൾ വേഗം ഒന്ന് സോൾട്ടോ സൊല്യൂട്ട് ഇറ്റ് ഈസിലി ഡിസോൾവ്. സോ ടെമ്പറേച്ചർ ഓൾസോ ഇസ് എ ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ദി സാച്ചുറേഷൻ ഓർ ഡിസൊല്യൂഷൻ. അപ്പം നമ്മൾ ഒരു ടേമും കൂടെ പറയുന്നത് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്താ? മിക്സിങ് അല്ലേ? മിക്സിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്സിങ് ആണ്. അപ്പം ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, വാട്ട് ഇസ് മെൻ ബൈ എ സാച്ചുറേറ്റ്. അപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള ടേംസിലാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എക്സാം വ്യൂ ഓഫ് പോയിന്റ്സിൽ ഞാൻ പറഞ്ഞുതരാം. സോ വാട്ട് വി ഹാവ് ഡിസ്കസ്, വി നോ വാട്ട് ഇസ് മെൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, വാട്ട് ഇസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, വാട്ട് ഇസ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ആൻഡ് വാട്ട് ഇസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. Concentration solution, concentrated, so it means that the amount of solute will be greater compared to the dilute ആകുമ്പോൾ the amount of solute will be lesser. Saturated solution എന്ന് പറഞ്ഞാൽ the solution in which no more solute can be added, and unsaturated solution, the solution in which the solute substances can be easily added. നമുക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ unsaturated solutions എന്ന് പറഞ്ഞത്. Is it clear for you? അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഐ ഹാവ് ഗിവൻ ഓൾ ദ ഡെഫിനിഷൻസ് ഫോർ കോൺസെൻട്രേറ്റ്. ഐ മീൻ വാട്ട് ഈസ് കോൺസെൻട്രേറ്റഡ്, വാട്ട് ഈസ് ഡൈലേറ്റഡ്, വാട്ട് ഈസ് സാച്ചുറേറ്റഡ്, വാട്ട് ഈസ് unsaturated. All these definitions are given. Now we are going to discuss about the concentration of solution. സോ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിൽ പലതായിരിക്കും സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട്. അപ്പം ചില സമയത്ത് നമ്മൾ പറയും സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ, ചിലപ്പം സോൾവെൻറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. അങ്ങനെ പല വേസിൽ നമുക്ക് നമ്മൾ സൊല്യൂഷൻസിനെ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ചില ബോട്ടിലൊക്കെ കാണും 1mH2SO4. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണും, നിങ്ങൾ ലാബിലൊക്കെ പോയ, അല്ലെങ്കിൽ 0.1 HCl. അപ്പോൾ ഇതെന്താ? 1 മോളാർ, 0.1 മോളാർ ഓർ 1% KMnO4 സൊല്യൂഷൻ, 1% KMnO4, അല്ലെങ്കിൽ 0.5 KMnO4 സൊല്യൂഷൻ. ഇതൊക്കെ എന്താണ്? വാട്ട് ദീസ് വാല്യൂസ് റെപ്രസെൻറ്റ്? 1 മോളാർ, 1%, 0.5. These represent the concentration of the solution. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പവർഫുള്ളാണ്. പവർഫുൾ മീൻസ് അതിൽ എത്രത്തോളം സൊല്യൂട്ട് പ്രസൻറ്റ് ചെയ്ത്. അപ്പോൾ സോ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഡിഫൈൻസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ സോൾവെൻറ്റ് ഓർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ സൊല്യൂഷൻ. അതായത് ഒരു ടോട്ടൽ സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിരിക്കുന്നു, അതാണ് കോൺസെൻട്രേഷൻ തരിക. അല്ലെങ്കിൽ ആ ഫുൾ ഓഫ് സൊല്യൂഷനിൽ ഇപ്പോൾ 100 ml അതിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്, ആ ഒരു വാല്യൂ ആണ് നമ്മളിങ്ങനെ percentage ആയിട്ട് മോളാർ ആയിട്ടൊക്കെ റെപ്രസെൻറ്റ്. സോ വാട്ട് ഈസ് മെൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ല, വാട്ട് ഈസ് മെൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. സോ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ അതൊരു മെഷേർഡ് വാല്യൂ ആണ്. സോ വാട്ട് ഈസ് ഇറ്റ് ഗിവ്സ് us or it tells us the amount of solute present in a solvent or amount of solute present in a solution. അപ്പോൾ concentration of a solution defines as the amount of solute dissolved in a solvent or amount of solute present in a given solution. അതിനെ represent ചെയ്യാൻ 2 types of equations are there. That is, concentration of a solution is equal to amount of solute divided by amount of solvent, or amount of solute divided by amount of solution. Amount of solute divided by amount of solvent, or amount of solute divided by amount of solution. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക്
ഒരു ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് വേസ്. ഇപ്പം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് 1 മോളാർന്ന് ഞാൻ കാണിച്ചു, 0.5 മോളാർ കാണിച്ചു, പിന്നെ പെർസെൻറ്റേജ് കാണിച്ചു അല്ലേ, പെർസെൻറ്റേജ് കെം. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് വിച്ച് വി ക്യാൻ എക്സ്പ്രസ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. നമുക്ക് പല വേസിൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, ഇത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. പിന്നെ മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, മൊളാലിറ്റി. പിന്നെ പറയും പേഴ്സൻറ്റേജ്, പാർട്സ് പെർ മില്യൺ. അങ്ങനെ ഡിഫറെൻറ്റ് ടേംസിൽ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ബട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ് നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് 2 ടേംസ് മാത്രമേ ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസിൽ പഠിക്കാനുള്ളൂ. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പറയില്ലേ, നമുക്കിപ്പോൾ വെയിറ്റ് എക്സ്പ്രസ് ചെയ്യാം, ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം, കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം, പൗണ്ട്സിൽ എക്സ്പ്രസ് ചെയ്യാം, പറ്റൂലേ, പിന്നെ ടൺസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ ഡിഫറെൻറ്റ് വേസ് വിച്ച് വി ക്യാൻ എക്സ്പ്രസ് എ മാസ് അല്ലേ. ഒരു മാസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പല വേസ് ഉണ്ട്. അതേപോലെ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വി ഹാവ് ഡിഫറെൻറ്റ് ടേംസ്. ഔട്ട് ഓഫ് ദിസ് യു ഹാവ് ടു ലേൺ ഓൺലി 2. ഏതൊക്കെയാണ്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആൻഡ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ വി ക്യാൻ വാട്ട് ഇസ് മെന്റ് ബൈ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ സോൾവെന്റ് ഓർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ. That can be expressed in different ways. The 2 methods by which we can express the concentration of solution is mass by mass percentage and mass by volume percentage. മാസ് ബൈ മാസിൻ്റെ പെർസെൻറ്റേജും മാസ് ബൈ വോളിയത്തിൻ്റെ പെർസെൻറ്റേജും പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല? മാസ്, നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും മാസ് പെർസെൻറ്റേജ് ഓഫ് ദി ഗിവൺ സബ്സ്റ്റൻസസ് ഇൻ ദാറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് എത്രയും സിമ്പിളായിട്ടുള്ള ടേംസ് ഇതിൽ തന്നിട്ടുള്ളൂ. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 100 ഉണ്ടാവും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജാ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാസ് ഓഫ് ദ സൊല്യൂട്ട്, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ആണ്, സോൾവെൻ്റ് അല്ല. മാസ് എപ്പോഴാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്? സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ മിക്സ് ആകുമ്പോഴാണ് വി ആർ ഗെറ്റിംഗ് എ സൊല്യൂഷൻ. സോ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ആൻഡ് മാസ് ബൈ വോളിയം സിമ്പിൾ ആണ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഈ പേര് തന്നെയുണ്ട്, മാസും മാസും. ആരെ മാസാണ്? സൊല്യൂട്ടിൻ്റെ മാസ്, സൊല്യൂഷനിലെ മാസ്. മാസ് ബൈ വോളിയം, സൊല്യൂട്ടിൻ്റെ മാസ്, സൊല്യൂഷൻ്റെ വോളിയം ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 2 ടേംസ്. സോ വിൽ ജസ്റ്റ് ഗോ ഡു വൺ എക്സാമ്പിൾ വിച്ച് ഇസ് ഗിവൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. ഒന്ന് ചെയ്താൽ മതി, ഇറ്റ് ഇസ് ഈസി ഫോർ യു. സോ വിൽ ജസ്റ്റ് ഗോ വിത്ത് ദ എക്സാമ്പിൾ വിച്ച് ഇസ് ഗിവൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ദ ഫസ്റ്റ് വൺ, look at the question which is given. A solution contains 40 gram of common salt in 320 gram of water. അതായത് a solution contains 40 gram of common salt in 320 gram of water. Calculate the concentration in terms of mass by mass percentage. Mass by mass percentage of the solution. The answer of 11.1%. You have to divide it properly. നിങ്ങളിത് ബാക്കിയുള്ള ന്യൂബ്, കാരണം ഇതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയ ടൈം പോവും. സോ ദ ആൻസർ ഈസ് 11.1%. സോ അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ് ഓഫ് ദ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വോളിയം ആണെങ്കിൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസ് ആഡ് ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. വോളിയം ആണെങ്കിൽ വോളിയം ആഡ് ചെയ്യുക. ഇത് നിങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ എഴുതേണ്ടത്. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു 40 gram of mass of the solvent is equal to 320 gram. ഇങ്ങനെ എഴുതണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതുക? ഇതേപോലെ ചെയ്യുക. ഈസി അല്ലേ? വെരി സിമ്പിൾ. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ തന്നിരിക്കുന്നത്? 40 gram of sodium chloride dissolved in 320 gram of 320 gram of water. 320 gram of water. അപ്പം നമുക്കറിയാം 340 gram of sodium chloride അതെന്താണ്? സൊല്യൂട്ടാണ് അല്ലേ? സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 320 gram of water. അപ്പോൾ വാട്ടർ എന്താ അവിടെ? സോൾവെൻ്റ് ആണ്.
നമ്മളോട് എന്താ പറഞ്ഞത്, ഫൈൻഡ് ഔട്ട് ദി മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അപ്പം നമുക്കറിയാം മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ഓർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞത്, മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അപ്പം മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ. എന്താ നമുക്ക് വേണ്ടത്, മാസ് ഓഫ് ദ സൊല്യൂഷൻ വേണം, ഇൻറ്റു 100. നമ്മുടെ കയ്യിൽ ഇവിടെ സൊല്യൂട്ടും സോൾവെൻറ്റും ഉണ്ട്. അപ്പം മാസ് ഓഫ് ദ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാസ് ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സൊല്യൂഷൻ. സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്. സൊല്യൂട്ടും സോൾവെൻറ്റും ആരൊക്കെയാ, 40 gram ഉള്ള സോഡിയം ക്ലോറൈഡും 320 gram. 40 gram പ്ലസ് 320 gram ഇസ് ഈക്വൽ ടു 360 gram ആണ് നമ്മുടെ സൊല്യൂഷൻ. ഈ സിമ്പിൾ അല്ലേ. മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ്, 40 gram ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100. ഡിവിഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 9 അപ്പം നമ്മൾ സൊല്യൂഷൻസിൻ്റെ കുറച്ചുകൂടെ ഡെഫിനിഷൻസും കാര്യങ്ങളും പറഞ്ഞു അല്ലേ. സൊല്യൂട്ട്, സോൾവെൻറ്റ്, സാച്ചുറേറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. സൊല്യൂട്ട്, സോൾവെൻറ്റ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദെൻ ഡൈല്യൂട്ട്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, പിന്നെ നമ്മുടെ ഹൗ ടു എക്സ്പ്രസ് ദി കോൺസെൻട്രേഷൻ. ഇങ്ങനെ തന്നെ ചോദിക്കാം, ഹൗ വി ക്യാൻ എക്സ്പ്രസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് ജസ്റ്റ് ഡു ദി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവർ തരും, പ്രോബ്ലം തരും. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്, നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ ഇട്ടോളൂ. ഓക്കെ, താങ്ക് യു.